നമസ്കാരം. ഏതാനും ദിവസങ്ങളായി പി.വി. അൻവർ ഇടതുപക്ഷത്തെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ട് വാർത്താ സമ്മേളനങ്ങളും അതുപോലെ സമ്മേളനങ്ങളും പൊതുസമ്മേളനങ്ങളും ഒക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പുതിയൊരു വാർത്ത വരികയുണ്ടായി. പി.വി. അൻവർ പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളതാണ്. പുതിയ പാർട്ടി രൂപീകരിച്ച് അതിലേക്ക് മതവിഭാഗത്തിലുള്ള മുസ്ലിം മതവിഭാഗത്തിലുള്ള ജനവിഭാഗത്തെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ പി.വി. അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പുതിയ ആൾക്കാരെയും മറ്റും അതിലേക്ക് കോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ചോദ്യകർത്താവായിട്ടുള്ള അഭിലാഷ് മോഹനൻ കെ.ടി. ജലീലിനോട് ഈ ചോദ്യം ചോദിച്ചു. അങ്ങ് പി.വി. അൻവറിന്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനോട് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യത്തിൽ ചോദിച്ചു. അപ്പോ കെ.ടി. ജലീൽ പറഞ്ഞ മറുപടി, ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതിന്റെ കുഴപ്പം എന്ന് പറയുന്നത് ആ മതവിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും തെരഞ്ഞെടുക്കപ്പെട്ടയാൾ നിലകൊള്ളുക. അങ്ങനെ വന്നാൽ ഇവിടുത്തെ മനുഷ്യരുടെ കാര്യം ആര് നോക്കും എന്നുള്ളതാണ് കെ.ടി. ജലീൽ മറിച്ച് ചോദിച്ചത്. അദ്ദേഹം മറ്റു കാര്യങ്ങൾ കൂടി പറയുകയുണ്ടായി. ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവന്റെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും കാര്യങ്ങൾ എടുത്ത് പറയണമെങ്കിൽ അങ്ങനെ ആ ഒരു ജനസമൂഹത്തിൽ നിന്ന് വേണം MLA-മാരെ തിരഞ്ഞെടുക്കാൻ എന്നതാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മതനിരപേക്ഷതയ്ക്കും ജനങ്ങൾ കൂട്ടായി താമസിക്കും, വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. ആ കേരളത്തിൽ വേർതിരിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നാൽ അത് വലിയ സംഘർഷങ്ങൾക്കും വർഗീയ വിഭജനങ്ങളിലേക്കും പോകും എന്നുള്ളതാണ് കെ.ടി. ജലീൽ ആ അഭിമുഖത്തിൽ പറഞ്ഞത്. നമുക്ക് ആ അഭിമുഖം കുറച്ചൊന്ന് കാണാം. അൻവർ, ജലീൽ, കാരാട്ട് റസാക്ക്, അതുപോലെ തന്നെ നിയാസ് പുളിക്കലകത്ത്, ഇവരൊക്കെ പിന്നെ പി.ടി. റഹീം, ഇവരൊക്കെ സമാനമായ നിലപാടെടുക്കുന്നു. ഒരു പുതിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി, ഒരു ഇസ്ലാമോ ലെഫ്റ്റിസ്റ്റ് പാർട്ടി ഉണ്ടാവുമെന്നൊക്കെ കരുതിയിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ നാട്ടില് മതാടിസ്ഥാനത്തിൽ ഇനിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവരുതെന്നാണ്. കാരണം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രശ്നം പറയാ, ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ പ്രശ്നം പറയാ, അത് ഈ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രണേതാക്കൾക്കാണ് ശക്തി പകരുക. ഓരോ മതക്കാരും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ അണിനിരക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഈ നാട്ടിലെ മനുഷ്യരുടെ കാര്യം ആര് പറയും? ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ആരുയർത്തും? മതപ്രശ്നങ്ങൾ മാത്രമല്ലേ അവർ ഉയർത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മലബാറിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം ഇടതുപക്ഷ ആശയങ്ങളോട് മതവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുകയും ആ നിലയ്ക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു റിവേഴ്സൽ ഇപ്പോ സംഭവിക്കുകയാണോ അൻവറിന്റെ തിരോധാനത്തോടുകൂടി? ഒരിക്കലുമില്ല. കാരണം അൻവറിന്റെ ഈ ഒരു നയം മാറ്റത്തിനെതിരായി വളരെ ശക്തമായ നിലപാട് മലപ്പുറം ജില്ലയിൽ സ്വീകരിക്കുന്നത് താങ്കൾ പറഞ്ഞ ആ വിഭാഗമാണ്. അപ്പോ കെ.ടി. ജലീൽ പറഞ്ഞത് ഇത്രയുമാണ്. മനുഷ്യരുടെ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ സെക്കുലർ ആയിട്ടുള്ള മതനിരപേക്ഷ കക്ഷികൾ അധികാരത്തിൽ വരണം. നിരപേക്ഷ കക്ഷികൾ അധികാരത്തിൽ വരികയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മതനിരപേക്ഷ കക്ഷികൾ തന്നെ ആ ജനവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് കെ.ടി. ജലീൽ വളരെ സാന്ദർഭികമായി ഉദ്ദേശിച്ചത്. ഇടതുപക്ഷം തന്നെ ആണ് അതിന് ഏറ്റവും നല്ലത് എന്നുള്ളത് ആ വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.